ഇവിടെ ഒരു സൈദ്ധാന്തികൻ, അതായത് ഇടതു സൈദ്ധാന്തികൻ എന്ന പേരിൽ ഒരു വ്യക്തി വന്ന് ഇച്ചിരി കസരത്ത് നടത്തിയിട്ട് പോയി. അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്, ഞാൻ പറയട്ടെ. അല്ല അറിയോ, അത് പറ. ഒരു മിനിറ്റ്. അല്ല അങ്ങനെ അങ്ങ് അദ്ദേഹത്തെ ആക്ഷേപിച്ചു പോവാതെ അദ്ദേഹം ആരാണെന്ന് അദ്ദേഹത്തെ ഒരിക്കലും ഞാൻ ആക്ഷേപിക്കത്തില്ല. എന്റെ പിതാവിനെക്കാട്ടിയും പ്രായമുള്ള വ്യക്തിയാണ് അദ്ദേഹം. പറഞ്ഞൊരു കാര്യത്തിന് മറുപടി. താങ്കളൊക്കെ പ്രായം കുറവാണ് സാർ, താങ്കൾക്ക് അറിയില്ല അദ്ദേഹത്തെ. താങ്കൾ ഈ അദ്ദേഹത്തിന്റെ നരച്ച താടി കണ്ടിട്ട് പിതാവിനേക്കാളും പ്രായമാണെന്ന് പറയരുതേ ദയവ് പ്ലീസ്. നീ കണ്ടിട്ടുണ്ടാടേ? കൊള്ളാം, എന്തൊരാട്ടം! കിളവന്മാർ വരെ വീട് പോവില്ലേ? അത് വിടൂ. അദ്ദേഹം പറഞ്ഞത് പിണറായി എന്ന് പറഞ്ഞ ഗ്രാമത്തെ അനുകൂലിച്ചു, അല്ലെങ്കിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന പേര് ഞാൻ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞത് കേട്ടല്ലോ താങ്കൾ. ഈ ഷാജിയുടെ സ്ഥലം ഏതാ? പാണ്ഡ്യാല സ്ഥലമാണോ അതോ കുടുംബ പേരാണോ അച്ഛന്റെ പേരാണോ? എന്റെ പൊന്ന് ഷാജി, താങ്കൾ പാണ്ഡ്യാല എന്ന പേര് ഉപയോഗിക്കുന്നെങ്കിൽ പിണറായി എന്ന പേര് അദ്ദേഹം ഉപയോഗിക്കും. ആയൂർ ബിജു എന്ന പേര് ഞാൻ ഉപയോഗിക്കും. അടൂർ ഗോപാലകൃഷ്ണൻ എന്ന പേര് ഗോപാലകൃഷ്ണൻ ഉപയോഗിക്കും. രമേശ് ചെന്നിത്തല എന്ന പേര് അദ്ദേഹം ഉപയോഗിക്കും. താങ്കളൊന്നും കൊണ്ടാക്കി കൊടുത്തല്ല സാർ ഈ പറഞ്ഞ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ പേരും പെരുമയും. നിങ്ങൾക്ക് പാണ്ഡ്യാല ഷാജി എന്ന് പറയുന്ന വ്യക്തിക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തിച്ചപ്പോൾ, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിച്ചപ്പോൾ മോഹഭംഗം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, മോഹഭംഗം, അതിനൊന്നും ഈ പറയുന്ന ഞങ്ങൾ ആരും കക്ഷികളല്ല. നിങ്ങൾക്ക് നിങ്ങൾ ആ പാർട്ടിയിൽ ഉണ്ടായിരുന്നപ്പോൾ നിങ്ങൾ ആ പാർട്ടിയിൽ നിന്ന് വ്യതിചലിച്ചു പോയി, നയപരമായ കാര്യങ്ങളിൽ നിന്ന് വ്യതിചലിച്ചു പോയി. നിങ്ങൾക്ക് മോഹഭംഗം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് കേരളത്തിലെ പൊതുസമൂഹം കക്ഷിയല്ല സാർ. മതി, ചോദ്യത്തിലേക്ക് ഒരു സമയമില്ല സാർ, സമയമില്ല. താങ്കൾ ചോദിച്ച മറുപടി പറയൂ. 1,72,00,000 എന്തിനാ വാങ്ങിയെന്ന് പറ. ഈ പാണ്ഡ്യാല ഷാജിയുടെ ജീവചരിത്രം അല്ല നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഹലോ, ഞാൻ പറയട്ടെ, ഇന്നയാളിന്റെ മകൻ ഷാജി എന്ന് എഴുതിയാൽ ഞങ്ങൾക്ക് മനസ്സിലാകും. അദ്ദേഹം തന്നെ പറയുന്നു ഞാൻ പാണ്ഡ്യാല എന്ന് പറഞ്ഞ ഗ്രാമത്തിന്റെ ഷാജിയാണെന്ന്. എന്നിട്ട് പറയുന്നു പിണറായിയെ ഞാൻ അംഗീകരിക്കത്തില്ല, പിണറായി വിജയൻ. സാർ ഞാനും പറയും, ഞാൻ ആയൂർ ബിജുവാണ് സാർ. കൊടലെടുത്തളിയും ഞാൻ കൊല്ലും കൊലയും കീഴരിക്കും പുത്തരിയല്ലടാ. ഉത്തരവുണ്ടോ? ചോദ്യത്തിന് ഉത്തരവുണ്ടോ? മര്യാദയ്ക്ക് അത് പിന്നെ നിങ്ങൾ ഈ ഇങ്ങനെ ഉരുണ്ട് കളിക്കാതെ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് പറഞ്ഞല്ലോ. പാണ്ഡ്യാല ഷാജിയുടെ കാര്യം പറഞ്ഞല്ലോ. ചോദ്യത്തിന് മറുപടി പറ. അതെ, എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ഒരെണ്ണം കൊടുക്കട്ടെ സാറേ. അല്ല, ഞാൻ ശ്രീജിത്ത് പണിക്കർ ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. ചോദിക്കാൻ എന്റെ അമ്മൂമ്മയുടെ ചോദ്യം. ശ്രീജിത്ത് പണിക്കർ ചോദിച്ചു, വീണ വിജയന്റെ എക്സോളജി കമ്പനിയുമായി ബന്ധപ്പെട്ട് 1,72,00,000 രൂപ അവരുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട്. സാർ, ഇത് അക്കൗണ്ട് വഴി വന്ന പൈസയാണ്. ആ അക്കൗണ്ട് വഴി വന്ന പൈസക്ക് GST അടച്ചിട്ടുണ്ട്. സർവ്വ കണക്കുകളും ഞങ്ങളുടെ കയ്യിൽ. എന്റെ ചോദ്യം അതല്ല, എന്ത് സേവനത്തിനാണ് ആ പൈസ കിട്ടിയെന്നാണ് ചോദ്യം. ഞാൻ താങ്കൾ ഞാൻ നേരത്തെ പറഞ്ഞു, മാന്യനായ ഒരു സംവാദകൻ എന്ന വാക്ക് ഞാൻ വീണ്ടും ഉപയോഗിക്കുക. എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ കള്ളന്മാര്. സാർ, ശ്രീജിത്ത് പണിക്കർ, ഞാൻ സൂചിപ്പിക്കാം, AMC ആനുവൽ മെയിന്റനൻസ് കോൺട്രാക്ട്. താങ്കൾ IT-യിൽ വർക്ക് ചെയ്യുന്ന ആളാണല്ലോ, ഉണ്ടല്ലോ? ഇല്ല എങ്കിൽ താങ്കൾ പറയൂ. സാർ, ആനുവൽ മെയിന്റനൻസ് കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട് ഒരു ഏജൻസി ഒരു ചെറിയ കാര്യം താങ്കൾക്ക് അറിയാവുന്നത് കൊണ്ട് എന്തിന്റെ ആനുവൽ മെയിന്റനൻസ് കോൺട്രാക്ട് കേൾക്കൂ സാർ. കേൾക്കൂ സാർ. അല്ല, ഞാനൊരു വാഷിംഗ് മെഷീൻ മേടിച്ചാൽ ആ വാഷിംഗ് മെഷീന്റെ ഗ്യാരണ്ടി കഴിഞ്ഞാൽ അതിന് 1 വർഷത്തേക്ക് ഒരു AMC എടുക്കുന്നു സാർ. അതിന്റെ ഭാഗമായിട്ട് കൊടുക്കുന്നു. ഓക്കെ, സമ്മതിച്ചു. ഇത് ഇവിടുത്തെ വാഷിംഗ് മെഷീൻ ഏതാണ്? ഇവിടെ അലക്കേന്ദ്രം ഇല്ല, സോഫ്റ്റ്വെയർ ആണ്. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. താങ്കൾ വിഡ്ഢിവേഷം കെട്ടരുത്. ഞാൻ ചോദിക്കുന്ന ഏത് സോഫ്റ്റ്വെയർ? വിഡ്ഢിവേഷം കെട്ടുന്നത് ആരാണ് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം.
അത് കാണുന്നവർക്ക് മനസ്സിലാകും. താങ്കളോട് എന്റെ ചോദ്യം വളരെ ലളിതമാണ്. ഏത് സോഫ്റ്റ്വെയറിന്റെ AMC ആണ് സാർ? ഏത് സോഫ്റ്റ്വെയറിന്റെ AMC? അതായത് സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട് ആ കമ്പനിക്ക് കൊടുക്കുന്ന ആനുവൽ മെയിൻ്റനൻസ്. ഏത് സോഫ്റ്റ്വെയർ? ഏത് സോഫ്റ്റ്വെയർ? എന്തിനുള്ള സോഫ്റ്റ്വെയർ? പ്രവർത്തിക്കുന്ന IT കമ്പനിയിലുമുണ്ട് സാർ. ഏതിന്? അങ്ങനെ പോലെ ഏത് സോഫ്റ്റ്വെയർ? എന്തിനുള്ള സോഫ്റ്റ്വെയർ? അത് പറയൂ. किससे कहो हम दीवा जो हम दोनों में है आज गिरा तो लोगों को पता तो हमको मोहब्बत है हमको मोहब्बत. സാർ, എക്സാലോജിക് കമ്പനി എന്ന് പറയുന്ന ഈ കമ്പനി ഈ പറയുന്ന സ്ഥാപനത്തിന് കൊടുത്ത AMC അതാണ് സാർ. ഇനി എന്തിനുള്ള AMC? പോയല്ലേ, തീർന്നില്ല. എന്തിനുള്ള AMC? എന്ത് സേവനത്തിനുള്ള ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട്? വാഷിംഗ് മെഷീൻ മേടിച്ചതിനാണോ? ഫ്രിഡ്ജ് മേടിച്ചതിനാണോ? എന്തിനുള്ള AMC? അവർക്ക് വേണ്ടി അവര് കൊടുത്തിരിക്കുന്ന അവര് കൊടുത്തിരിക്കുന്ന ആവശ്യമായ അവര് കൊടുത്തിരിക്കുന്ന ഡേറ്റകൾ. ആ ഏത് ഡേറ്റ? എന്ത് ഡേറ്റ? പ്ലീസ്, താങ്കൾ ഇത് എവിടെയാ കണ്ടേ? ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് എന്ന് പറയുന്ന സംഭവം അല്ല. ആ നമ്മുടെ ഇൻകം ടാക്സിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവ് താങ്കളൊന്ന് ഈ ചർച്ച കഴിയുമ്പോൾ എടുത്ത് വായിച്ചു നോക്കണം. അതിൽ പറയുന്നത് അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമുള്ള സോഫ്റ്റ്വെയറിന്റെ ഡെവലപ്മെന്റ്, മെയിൻ്റനൻസ്, മാനേജ്മെന്റ് എന്നാണ്. ഞാൻ ചോദിക്കുന്നത് ഏത് സോഫ്റ്റ്വെയർ? ആ കമ്പനി പറയുന്നു അവിടെ മൈക്രോസോഫ്റ്റ് ഓഫീസ് ഉണ്ട്, പവർ ബിൽഡർ ഉണ്ട്, ടാലി ഉണ്ട്. ഇത് മാത്രമേ അവിടെ ഉള്ളൂ. ഈ ഓഫീസിന്റെ സ്വീറ്റിന്റെ ഭാഗമായിട്ടുള്ള ഔട്ട്ലുക്കും മറ്റു കാര്യങ്ങളുമാണ് ഉള്ളത്. ഇതൊന്നും തന്നെ ഡെവലപ്പ് ചെയ്യാനോ ഇതിന്റെ മെയിൻ്റനൻസിനോ മാനേജ്മെന്റിനോ ഉള്ള അധികാരം ലോകത്ത് വേറെ ഒരു കമ്പനിക്കും ഇല്ല. എക്സാലോജിക് അല്ല അത് ചെയ്യുന്നത്. എക്സാലോജിക്കിന് മൈക്രോസോഫ്റ്റിന്റെ സോഫ്റ്റ്വെയർ പോയി ഡെവലപ്പ് ചെയ്യാനുള്ള അധികാരവുമില്ല. പിന്നെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കുള്ള എന്ത് സോഫ്റ്റ്വെയർ എന്നുള്ളതാണ് ചോദ്യം. അതാണ് ഞാൻ പറഞ്ഞത്. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് മനസ്സിലായിട്ടില്ലെങ്കിൽ ശ്രീ ആയൂർ ബിജുവിന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ താങ്കളെങ്കിലും പറയാം. ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. വി ആർ ലിവിംഗ് ഇൻ എ വെരി ക്രൂവൽ സൊസൈറ്റി. ഇവിടുത്തെ ക്രമസമാധാന നില ആകെ താറാറിലായിരിക്കുന്നു. നിപ്പച്ചന് മനസ്സിലായില്ലേ? അങ്ങനെ താങ്കളെ പോലുള്ള ഒരു വ്യക്തി ഇത്തരത്തിൽ ചർച്ചകൾ തെറ്റായിട്ട് കൊണ്ടുപോകരുത്. ഞാനല്ലല്ലോ, ഇൻകം ടാക്സിന്റെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ആണ് പറയുന്നത്. ഈ എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനി അവരുമായി കോൺട്രാക്ട് ഉണ്ട്. ഇല്ല എന്തിനുള്ള കോൺട്രാക്ട്? എന്ത് സേവനം? ഏത് സോഫ്റ്റ്വെയർ? ഭരണകൂടങ്ങളുടെ കൊടും ഭീകരതകൾക്ക് മുമ്പിൽ ഒട്ടും മടിപതറാതെ നിന്നിട്ടുള്ളവരാണ് ഞങ്ങൾ. രക്തസാക്ഷികളുടെ ചോരയിലും ധീരതയിലും പടുത്തുയർത്തിയ ഒരു പാർട്ടിയുടെ യുവരക്തമായി ഞാൻ പ്രാണൻ വെടിഞ്ഞും പാർട്ടി രഹസ്യങ്ങൾ ചോരാതെ നോക്കും. എന്റെ ജീവന്റെ അവസാന തുടിപ്പ് വരെ ഈ ഹക്കീം പൊരുതും. ലാൽ സലാം. ഏത് സോഫ്റ്റ്വെയർ? അവരുടെ കമ്പനിക്ക് ആവശ്യമായ സോഫ്റ്റ്വെയർ കൊടുത്തിരിക്കുന്നത്. ആവശ്യമായ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഫ്റ്റ്വെയറിൽ ഇവിടെ വാരി കൊടുക്കുവാണോ? എന്തിനുള്ള സോഫ്റ്റ്വെയർ? പ്രിയപ്പെട്ടവരെ, ഇത് വളരെ നല്ലൊരു ഇതാണ്. ഇതിനു വേണ്ടി എന്റെ എല്ലാ ഇതും ഞാൻ നൽകും. പിന്നെ എന്റെ മാത്രം ഒരു ഇത് കൊണ്ട് പറ്റില്ലല്ലോ. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഒരു ഇതുണ്ടെങ്കിൽ ഇത് കുറച്ച് കൂടുന്നുണ്ട്. പിന്നെ ഇതിനെ കുറിച്ച് അവരുടെ കമ്പനി നടക്കുന്നതുമായി ബന്ധപ്പെട്ട് അവർക്ക് ആവശ്യമായ സോഫ്റ്റ്വെയർ കൊടുത്തിട്ട് കമ്പനിയിലെ എന്തിന് സാർ? കമ്പനിയിലെ എന്തിന്? അങ്ങനല്ല, കമ്പനിയിലെ ഒരു സെക്കൻഡ് ശ്രീ ആയൂർ ബിജു, താങ്കൾ പറയുന്നത് തെറ്റിദ്ധരിപ്പിക്കരുത്. ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദൈനംദിന പ്രവർത്തനത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ അക്കൗണ്ട്സ് ആണ് എങ്കിൽ അത് ടാലി മറ്റ് സോഫ്റ്റ്വെയർ വേണം. അവർക്ക് ഇമെയിൽ അയക്കാനും അവർക്ക് വേർഡ് ഡോക്യുമെന്റ് അങ്ങനത്തെ ഒരു ഡോക്യുമെന്റ് പ്രോസസർ ആണെങ്കിൽ അവർക്ക് മൈക്രോസോഫ്റ്റ് ഓഫീസ് സ്യൂട്ട് വേണമായിരിക്കും. അവർക്ക് ഒരു പ്രസന്റേഷൻ ഒക്കെ റൺ ചെയ്യാനാണെങ്കിൽ ചിലപ്പോൾ അതിലെ പവർ പോയിന്റ് അവർ ഉപയോഗിക്കുന്നുണ്ടാവും. അവരുടെ HR-ന്റെ എന്തെങ്കിലും കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ, അവരുടെ ഒരു CMS മാനേജ് ചെയ്യാൻ, എംപ്ലോയീസിന്റെ ലീവ് മാനേജ് ചെയ്യാൻ, ടൈം ഷീറ്റ് മാനേജ് ചെയ്യാൻ ഒക്കെ സോഫ്റ്റ്വെയറുകളാണ്. ഇതിൽ എന്തിനുള്ള സോഫ്റ്റ്വെയർ ആണ് കൊടുത്തതെന്ന് പറഞ്ഞാൽ മതി. താങ്കൾ അങ്ങനെ സമയം അപകരിച്ചു കൊണ്ടുപോകരുത്. സമയം താങ്കളാണ് അപകരിക്കുന്നത്. എന്തിനുള്ള സോഫ്റ്റ്വെയർ? ഞാൻ 10,000-ാമത്തെ തവണ ചോദിക്കുന്നു, എന്തിനുള്ള സോഫ്റ്റ്വെയർ? അല്ല, താങ്കൾ 10,000 ഞാൻ 20,000 തവണ പറയുന്നു. താങ്കൾക്കറിയില്ല. കേക്കൂ, എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനി ഈ പറയുന്ന കമ്പനിക്ക് വേണ്ട സോഫ്റ്റ്വെയർ കൊടുത്തിട്ടുണ്ട്. എന്ത് സോഫ്റ്റ്വെയർ? വേണ്ട സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ട സോഫ്റ്റ്വെയർ താന്ന് പറഞ്ഞ വിഷയം തരുവാണോ ചെയ്യുന്നത്? എന്റെ ശ്രീ ആയൂർ ബിജു, എന്തിനുള്ള സോഫ്റ്റ്വെയർ? നിനക്ക് വിഷഹാരി അറിയില്ല. വിഷ ഊതി കയറ്റാനും ഊതി ഇറക്കാനും ഒരു നിമിഷം വേണ്ടിരിക്കെ വിഷരാജനാ ഞാൻ. നിലവിളിച്ച് മരിക്കാതിരിക്കുക. എന്തിനുള്ള സോഫ്റ്റ്വെയർ? എന്ത് സേവനം? ബന്ധപ്പെട്ടുള്ള സോഫ്റ്റ്വെയർ. ഏത് കമ്പനി നടത്തിപ്പോയിട്ടുള്ള എന്ത്? ഒരു വണ്ടിയുമായിട്ട് ബന്ധപ്പെട്ടെന്ന് പറഞ്ഞാൽ ടയർ മാറ്റിയിടാം, അതിന് മ്യൂസിക് സിസ്റ്റം വെക്കാം. താങ്കൾ പറഞ്ഞതുപോലെ ഒരു വീടുമായി ബന്ധപ്പെട്ട് വാഷിംഗ് മെഷീൻ, മിക്സി. അതേപോലെ ഈ കമ്പനിയിൽ എന്താണ് ഇവർ കൊടുത്തത്? വാഷിംഗ് മെഷീൻ ആണോ കൊടുത്തത്? എന്തിന്റെ സോഫ്റ്റ്വെയർ ആണെന്ന് പറയും. അല്ലല്ല, ഈ കമ്പനി നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ആവശ്യമായ സോഫ്റ്റ്വെയർ. എന്ത് കമ്പനി നടത്തിപ്പിന്റെ എന്ത്? ഷട്ടർ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും ഉള്ള സോഫ്റ്റ്വെയർ ആണോ? എന്തിനുള്ള സോഫ്റ്റ്വെയർ ആണ്? അല്ല, താങ്കളെ ഞാൻ നേരത്തെ പറഞ്ഞു,
താങ്കളെ പോലുള്ള ഒരു വ്യക്തി അങ്ങനെ വിഡ്ഢിവേഷം കെട്ടി വിഡ്ഢിവേഷം കെട്ടുന്നത് ആരാണ് ഈ ചർച്ച കാണുന്നവർ? താങ്കൾ യൂട്യൂബിൽ ആ കമന്റ് ബോക്സ് ഒന്ന് എടുത്ത് നോക്കൂ. യൂട്യൂബിൽ താങ്കൾ ആ കമന്റ് ബോക്സ് എടുത്ത് നോക്കൂ. വിഡ്ഢിവേഷം കെട്ടുന്നത് ആരാണ് ആൾക്കാർ? 100% ഞാൻ യോജിക്കുന്നു. സോഫ്റ്റ്വെയർ, എന്ത് കാര്യത്തിനുള്ള സോഫ്റ്റ്വെയർ അത് പറയാൻ കഴിയുമോ? എന്ന് പറയുന്ന കമ്പനിയും ഈ കമ്പനിയുമായി ചേർന്ന് അവരുടെ കമ്പനി പ്രവർത്തിക്കുന്ന ആവശ്യമായ സോഫ്റ്റ്വെയർ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു സാധനം ഒരു മണ്ണാങ്കട്ടി കൊടുത്തില്ല. അറിയേരം മേരാട്ടുകുട്ടി മണിയന്റെ മേര സോപ്പ് പട്ടി, അറിയേരം മേരാട്ടുകുട്ടി മണിയന്റെ മേര സോപ്പ് പട്ടി, ആട്ടുപട്ടി വട്ടപ്പട്ടി വെറുതെ നിന്ന് കുട്ടപ്പട്ടി.